ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്ന ഈ വസ്തുക്കളെല്ലാം തന്നെ സത്യമല്ല. ഇവ ഉണ്ടായി അല്പകാലം നിലനിന്ന് തിരോഭവിക്കുന്നതുമാണ്. സ്ഥൂലമണ്ഡലത്തിലേക്ക് വന്ന് കുറച്ചു കാലം നിലനിന്ന് സൂക്ഷ്മത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഇതിനാണ് ജനനം, ജീവിതം, മരണം എന്ന് പറയുന്നത്. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതിനെ തന്നെയാണ്. അതിനാൽ നാം ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പരമസത്യം വ്യക്തമാക്കി തരികയാണ്. കാണപ്പെടുന്നതനാത്മാവ്, കാണുന്ന സാക്ഷി നീ ആത്മാവ്. നൂനമിച്ചൊന്നതോ തത്വപ്പിരിവിങ്കൽ നാനാവിധം ചൊല്ലും വേദങ്ങളിൽ. ഋക്ക്, യജുസ്, സാമം, അഥർവം എന്ന് ബൃഹത്തായ 4 വേദങ്ങളിൽ ആത്മാവിനെയും അനാത്മാവിനെയും വ്യക്തമാക്കി തന്നിരിക്കുന്നു. എന്താണ് ആത്മാവ്, എന്താണ് അനാത്മാവ്? ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്നവയെല്ലാം അനാത്മാവ് എന്ന് പറയുന്നു. ഈ അനാത്മ വസ്തുക്കളെയെല്ലാം ആരാണോ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ആത്മാവ് എന്ന് പറയുന്നത്. അതാണ് കാണപ്പെടുന്നതനാത്മാവ്. കാണുന്നതും കേൾക്കുന്നതും രുചിക്കുന്നതും വാസനിക്കുന്നതും സ്പർശിക്കുന്നതും എല്ലാം തന്നെ അനാത്മാവാണ്. കാണപ്പെടുന്നതനാത്മാവ്. കാണുക എന്നുള്ള ഒന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി 4 വിഷയങ്ങളും നാം ഉൾക്കൊള്ളണം. കാണപ്പെടുന്നതനാത്മാവ്, കാണുന്ന സാക്ഷി നീ. നമ്മൾ ഓരോരുത്തരും കാണുന്ന സാക്ഷി നീ ആത്മാവ്. കാണുന്ന സാക്ഷിയാണ് ആത്മാവായിരിക്കുന്നത്. കാണപ്പെടുന്നതെല്ലാം അനാത്മാവാണ്. നൂനമിച്ചൊന്നതോ തത്വപ്പിരിവിങ്കൽ. ഈ പറയപ്പെട്ടതെല്ലാം, നൂനം എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഉറപ്പായും, ഇതിനെ വിസ്തരിച്ചാണ് ശാസ്ത്രങ്ങളിൽ പല വിധത്തിൽ പറഞ്ഞിരിക്കുന്നത്. നൂനമിച്ചൊന്നതോ തത്വപ്പിരിവിങ്കൽ നാനാവിധം ചൊല്ലും വേദങ്ങളിൽ. വേദങ്ങളിൽ പലതരത്തിൽ ഇതിനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഈ കാണപ്പെടുന്ന അനാത്മവസ്തുക്കളെ എത്ര വിസ്തരിച്ചാലും അത് അനന്തമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ആത്മാവിനെ കുറിച്ച് ഒന്നും പറയാനില്ല. കാരണം യഥോ വാചോ നിവർത്തന്തേ. അവിടെ എത്തുമ്പോൾ വാക്കുകൾ നിവർത്തിക്കുന്നു. കാരണം വാക്കുകളെ കൊണ്ട് അതിനെ പറയാൻ കഴിയുകയില്ല. അത് അപരിമിതമാണ്, അത് അനന്തമാണ്, അത് അനശ്വരമാണ്, അത് ആനന്ദമാണ്. അങ്ങനെയുള്ള അതിനെ കാണാൻ പറ്റിയ ഒരു ഇന്ദ്രിയവും നമുക്ക് തന്നിട്ടില്ല. മനസ്സാണെങ്കിലോ ഈ അനാത്മവസ്തുക്കളെ കാണാനുള്ള ഒരു ഉപകരണം മാത്രമാണ് മനസ്സെന്ന് പറയുന്നത്. മനസ്സായി രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ ശബ്ദസ്പർശ രൂപരസഗന്ധാദികളെ അറിയുന്നത് മനസ്സാണ്. അതിനൊരിക്കലും ആത്മാവിനെ അറിയാൻ കഴിയുകയില്ല. എന്നാൽ എപ്പോഴാണോ ഈ മനസ്സ് ശബ്ദസ്പർശ രൂപരസഗന്ധാദികളിൽ നിന്ന് പിൻവലിച്ച് തൻ്റെ ഉൽപ്പത്തി സ്ഥാനമായിരിക്കുന്ന ബോധമണ്ഡലത്തിലേക്ക് പോകുന്നത്, അങ്ങനെ പോകുന്ന ഒരു സമയമുണ്ട് നമുക്ക്. അതാണ് ഗാഢമായ ഉറക്കം അല്ലെങ്കിൽ സുഷുപ്തി എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളിൽ നിന്ന് മനസ്സെല്ലാം ഉൾവലിഞ്ഞ് ബോധത്തിൽ പോയി ലയം പ്രാപിക്കുന്നതാണ്
ഗാഠ സുഷുപ്തി എന്ന് പറയുന്നത്. അവിടെ ഞാനില്ല, ലോകമില്ല, സുഖമില്ല, ദുഃഖമില്ല, ഒന്നുമില്ലാത്ത ഒരവസ്ഥ. എന്തുകൊണ്ടാണ് അവിടെ ഒന്നുമില്ലാത്തതായത്? എല്ലാമുള്ളതിൽ ചെല്ലുമ്പോൾ ഒന്നുമില്ലാതായിത്തീരുകയാണോ ചെയ്യേണ്ടത്? ഒന്നും ഇല്ലാതെയാകാൻ കാരണം ആ ഉള്ളതിനെ അറിയുന്നത് ആരാണോ ആ ശക്തിവിശേഷം ഇല്ലായ്മയിൽ ലയം പ്രാപിച്ചിരിക്കുന്നു. അതാണ് സുഷുപ്തി. അതുകൊണ്ട് സുഷുപ്തിയിലെ ജീവനായിരിക്കുന്ന പ്രാജ്ഞനെ ഒന്നും അറിയാൻ കഴിയുന്നില്ല. വ്യഷ്ടിയിൽ ഈ പ്രാജ്ഞൻ എന്ന് പറയുന്നത് തന്നെ സമഷ്ടിയിൽ ആകുമ്പോൾ ഈശ്വരനായി. സമഷ്ടിഭാവത്തിൽ ഒരു വ്യഷ്ടിയിലെ സുഷുപ്തിയാണ് സമഷ്ടിയിലെ ഈശ്വരൻ. വ്യഷ്ടിയിലെ സുഷുപ്തിയിലെ ജീവനുള്ള പേര് പ്രാജ്ഞൻ എന്നാണെങ്കിൽ സമഷ്ടി എല്ലാം അടങ്ങിയിരിക്കുന്ന ആ ശക്തിവിശേഷത്തിൽ ഉള്ള ശക്തിവിശേഷത്തിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. വ്യഷ്ടിയിൽ പ്രാജ്ഞനും സമഷ്ടിയിൽ ഈശ്വരനും. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. പ്രാജ്ഞൻ ഒന്നും അറിയാൻ കഴിയുന്നില്ല, സമഷ്ടിയിലെ ഈശ്വരൻ എല്ലാം അറിയാൻ കഴിയുന്നുണ്ട്. അത് അവസ്ഥാത്രയത്തിന് അതീതമാണ്. ഏതാണ് അവസ്ഥാത്രയം? ജാഗ്ര, സ്വപ്ന, സുഷുപ്തി. ഇതിനെല്ലാം അതീതമായതാണ് സമഷ്ടിയിലെ ഈശ്വരത്വം എന്ന് പറയുന്നത്. ആ ഈശ്വരത്വത്തിലേക്ക് നാം എത്തുമ്പോൾ നമ്മൾ തുര്യാവസ്ഥ, നാലാമത്തെ ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു. നമുക്ക് 3 അവസ്ഥകളെക്കുറിച്ച് മാത്രമേ അറിയുകയുള്ളൂ. ജാഗ്രത അവസ്ഥ, ഈ ഉണർന്നിരിക്കുന്ന ദേഹം ഞാനാണെന്ന് ധരിച്ചിരിക്കുന്ന ഈ ഒരവസ്ഥയ്ക്കാണ് ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത്. ജാഗ്രത അവസ്ഥയിൽ നിന്നും നാം ബഹിർഗമിച്ച മനസ്സ് അന്തർഗതമായി കഴിയുമ്പോൾ സൂക്ഷ്മ ശരീരത്തിലെത്തുകയും നാം ജാഗ്രതയിൽ സംഭരിച്ചു വെച്ച വിഷയങ്ങളെയൊക്കെ അനുഭവിക്കുകയും ചെയ്യുന്നതാണ് സ്വപ്നാവസ്ഥ എന്ന് പറയുന്നത്. അതിന് ഈ ശരീരത്തിൻ്റെ ആവശ്യമേ ഇല്ല. അവിടെ നാം സൂക്ഷ്മ ശരീര സഞ്ചാരിയാണ്. അതിൽ നിന്നും ഉൾവലിയുമ്പോഴാണ് സുഷുപ്തിയിൽ എത്തുന്നത്. സുഷുപ്തിയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഈ സ്വപ്നാവസ്ഥയും ജാഗ്രത അവസ്ഥയും ഒന്നും ഇല്ലാത്തതാണ്. ജാഗ്രത അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതുമാത്രം സത്യമെന്ന് ധരിക്കും. സ്വപ്നം അപ്പോൾ അസത്യമാണ്. സ്വപ്നാവസ്ഥയിൽ നമുക്ക് സ്വപ്നം സത്യമായും ജാഗ്രത അവസ്ഥ അസത്യമായും, അല്ലെങ്കിൽ ജാഗ്രത അവസ്ഥയെക്കുറിച്ച് അറിയുന്നേയില്ല. ജാഗ്രത അവസ്ഥയിൽ നമുക്ക് സ്വപ്നത്തെക്കുറിച്ച് അറിയാം. എത്ര സ്വപ്നം കണ്ടു എന്നും എന്തൊക്കെയാണ് കണ്ടത് എന്നും നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്നു ജാഗ്രത അവസ്ഥയിൽ. എന്നാൽ സ്വപ്നം ഇല്ലാത്തതാണ് എന്ന് ബോധിക്കാനും നമുക്ക് ജാഗ്രത അവസ്ഥയ്ക്ക് സാധിക്കുന്നു. എന്നാൽ സ്വപ്നാവസ്ഥയിലാവട്ടെ ആ സ്വപ്നം മാത്രമേ ഉള്ളൂ. അത് സത്യമായും ധരിക്കുന്നു. അപ്പോൾ ജാഗ്രത അവസ്ഥയെക്കുറിച്ച് ഒരു ബോധവും ഇല്ല. എന്നാൽ സുഷുപ്തിയിലാവട്ടെ ജാഗ്രത അവസ്ഥയും സ്വപ്നാവസ്ഥയും ഇല്ലാത്തതാണ്. ഇല്ല, അവിടെ ഞാനുമില്ല, നീയുമില്ല, ജഗത്തുമില്ല, സുഖ ദുഃഖാദികൾ ഒന്നും തന്നെയില്ല. അവിടെ അനുഭവിക്കുന്നത് സുഖമാണ്, പക്ഷേ ആ സുഖത്തെക്കുറിച്ചും അറിയുന്നില്ല. അതാണ് വാസ്തവം. അതിനാൽ ഇതെല്ലാം നമ്മൾ വിചിന്തനം ചെയ്യേണ്ടതാണ് എന്ന്. ആത്മാവ് കാണുന്ന സാക്ഷി നീ ആത്മാവല്ലോ, നൂനമിച്ചൊന്നതോ തത്വപ്പിരിവിങ്കൽ നാനാവിധം ചൊല്ലും വേദങ്ങളിൽ.